കുറ്റ്യാടിയിൽ LDF മണ്ഡലം കൺവെൻഷൻ നടന്നു. പരിപാടി CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടക്കൈയിൽ നിന്ന് വൻ ജനപങ്കാളിത്തത്തോടെ ആരംഭിച്ച ബൈക്ക് റാലിയുടെ അകമ്പടിയോടെയാണ് മണ്ഡലം കൺവെൻഷൻ ആരംഭിച്ചത്. മണിയൂർ തെരുവ് ഗണപതി ക്ഷേത്രോത്സവത്തിനിടെ KP കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർക്ക് നേരെ നടന്ന കയ്യേറ്റ ശ്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് കൺവെൻഷനിൽ പ്രമേയം അവതരിപ്പിച്ചു. P മോഹനൻ മാസ്റ്റർ, P ഗവാസ്, മനയത്ത് ചന്ദ്രൻ, KK നാരായണൻ മാസ്റ്റർ, KK ദിനേശൻ മാസ്റ്റർ, പവിത്രൻ മാസ്റ്റർ, KP ബിനൂപ്, NK രാമചന്ദ്രൻ, PP മുകുന്ദൻ എന്നിവർ കൺവെൻഷനിൽ സംസാരിച്ചു. കുറ്റ്യാടിയിൽ മികച്ച വിജയം LDF നേടുമെന്ന് എളമരം കരീം പറഞ്ഞു. ഇന്ത്യയുടെ എല്ലാ നയങ്ങളിലും RSSന്റെ നയങ്ങൾ കുത്തിത്തിരികുന്നു, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ ആ ആപത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇടതുപക്ഷം. കേരളത്തിൽ മതപരമായ സ്പർദ്ധയില്ല, എല്ലാവരും ഐക്യത്തിലാണ്. ജാനുവിന്റെ വീട്ടിൽ അരി വെക്കാൻ കഞ്ഞിയില്ലെങ്കിൽ തൊട്ടടുത്ത പാത്തമ്മയുടെ വീട്ടിൽ പോയി 1 ലിറ്റർ അരി കടം വാങ്ങി കുഞ്ഞുങ്ങൾക്കത് വേവിച്ചു കൊടുക്കാൻ പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ഉള്ള നാടാണ് നമ്മുടെ നാട്. ഇത് വെറുതെ ഉണ്ടായതല്ല. കൃഷിക്കാരും തൊഴിലാളികളും ഒരുമിച്ച് നിന്ന് ജന്മിത്തത്തിനും നാടുവാഴിത്തത്തിനുമെതിരായി നടത്തിയ സമരത്തിലൂടെ അവർ ആർജിച്ചെടുത്ത ഐക്യത്തിന്റെ സമ്മാനമാണ് ഈ സംസ്കാരം. അതിനെ തകർക്കാനാണ് RSS ശ്രമിക്കുന്നത്. ആ RSSുമായി ഒത്തുകളിക്കുകയാണ് കോൺഗ്രസും ലീഗും. ലീഗ് മുസ്ലിം ലീഗ് എന്ന പേരുണ്ടെങ്കിലും മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇടതുപക്ഷം നിലകൊള്ളുന്നത് പോലെ ആത്മാർത്ഥതയോടുകൂടി ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയാഞ്ഞിട്ടും ആ കോൺഗ്രസിന്റെ വാലായി നടക്കുകയാണ് മുസ്ലിം ലീഗ്. ആർക്കു വേണ്ടിയാണ്? ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം.